ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കണവ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കണവ റോസ്റ്റ് അഥവാ കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏലക്കയും കറുവപ്പട്ടയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് അതിലേക്ക് ഒരു 20ഓളം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോളയും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുകയോ ലോ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂന്തലിൻ്റെ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് ഈ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂന്തൽ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒരു 10 മിനിറ്റ് ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കൂന്തൽ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്